അപ്പോൾ നമ്മുടെ +2 റിസൾട്ടുകളൊക്കെ വന്നു. പല മക്കളും പല കോഴ്സുകൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നു. ചിലർ പ്ലാൻ ചെയ്തു, ചിലർ അഡ്മിഷൻ എടുത്തു. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുക. ഈ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ മാർക്കൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നിയ സാഹചര്യം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ 2025 +2 എക്സാമിന്റെ സമയത്ത് ഫിസിക്സ് എക്സാം ടഫായി, ഇത്തരം ടഫുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഇടട്ടെ എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന പിന്നെ ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ ഒരു കുട്ടിയുടെ കമന്റ് ആയിരുന്നു, എങ്ങനെയെങ്കിലും വാല്യുവേഷനൊക്കെ ലിബറലായി എങ്ങനെ രക്ഷപ്പെടട്ടെ നോക്കുമ്പോൾ തന്നെ പോലെയുള്ളവരൊക്കെ എക്സാം ടഫ് ആവുന്നതിൽ ഇത്രയും അങ്ങനെ ഒരു സംഭവം വന്നു. അപ്പൊ എനിക്ക് മൊത്തത്തിൽ മക്കളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോടൊക്കെ മൊത്തത്തിൽ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നമ്മുടെ എപ്പോഴും എക്സാമുകൾ ടഫ് ആവുകയും അക്കാഡമിക്കലി മക്കൾ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആവുകയും വാല്യുവേഷനൊക്കെ ഭയങ്കര ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളും ഭയങ്കര സീരിയസ് ആവും. അല്ല, എളുപ്പമുള്ള പരീക്ഷ എഴുതുക, ആ പരീക്ഷയുടെ ഭയങ്കരമായ വാല്യുവേഷൻ ലിബറലാക്കുക, ഒരുപാട് ഫുൾ A+ കിട്ടുക, പഠിച്ചവനും പഠിക്കാത്തവനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിൽ അക്കാഡമിക് ഇങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ചും കൂടി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അക്കാഡമിക്കലി ഒക്കെ മക്കൾ സീരിയസ് ആവണമെങ്കിൽ എക്സാമിനേഷനും വാല്യുവേഷനും ഒക്കെ ടൈറ്റ് ആവുമ്പോൾ മക്കൾ അക്കാഡമിക്കലി സീരിയസ് ആവും. മൊത്തത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ പഠനത്തിൽ സീരിയസ് ആവുമ്പോൾ പുതിയ ക്രിയേറ്റിവിറ്റികളും ഒക്കെയുള്ള പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ നമ്മുടെ മക്കളിലേക്ക് വരും. പിന്നെ ഈ പല മക്കളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ട് എന്ന രീതിയിലൊക്കെ ഒരു മൈൻഡ് വരും. അപ്പോൾ സത്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് എക്സാം ഒഴിവാക്കി എക്സാം എഴുതാൻ പറ്റാത്തവർക്ക് പരീക്ഷ നിലനിർത്തി ആ പരീക്ഷ എഴുതുന്നവർക്ക് വ്യക്തമായ ജെനുവിൻ റീസൺ, ഇപ്പൊ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്താലേ എഴുതാൻ പറ്റൂ എന്നുള്ള കുറച്ച് കണ്ടീഷൻസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മക്കൾ അക്കാഡമിക്കലി സീരിയസ് ആവും. ഇപ്പോൾ 2024 +1 എക്സാം ഭയങ്കര ടൈറ്റ് ആയിരുന്നു. പക്ഷെ ആ +1 എക്സാം കഴിഞ്ഞ കുട്ടികൾ +2 അത് ഇമ്പ്രൂവ് ചെയ്യുന്ന മീൻസ് മാത്സ് നല്ല എളുപ്പമായിരുന്നു. അപ്പൊ അന്ന് ആ എക്സാം എഴുതിയ കുട്ടിയെ സംബന്ധിച്ച് ഈ വർഷം ഇമ്പ്രൂവ് ചെയ്യാത്തവനെ സംബന്ധിച്ച് അവന് രണ്ടുപേരും മാത്സിന്റെ മാർക്ക് എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒരു എക്സാം ഒരു പ്രാവശ്യം നടത്തുകയും അതിന് ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒഴിവാക്കി പരീക്ഷ ജെനുവിനായ റീസൺസ് ഉള്ളവർക്ക് കൊടുക്കുന്ന രീതിയിലൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുമ്പോൾ നമ്മുടെ മക്കൾ ഭയങ്കര സീരിയസ് ആവും. അവർ അക്കാഡമിക്കലി കാര്യങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇന്ന് നിലവിൽ ക്യാമ്പസിൽ നടക്കുന്ന അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മക്കൾ മാറി അവർ പഠനം എന്ന് പറയുന്നതിലേക്കും അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് മാറുമ്പോൾ നമ്മുടെ മക്കൾ ഗംഭീരമായ ഇന്നോവേഷൻസ് ഉണ്ടാവും. ഇതിന്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഓക്കെ.